വരുന്നില്ല. എന്നെ വലിച്ചു കൊന്നോ ഞാൻ വരത്തില്ലേ? ഞാൻ വരുത്തില്ല. എന്നെ സൂചിച്ചിട്ടില്ലേ? ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടാന്നേ കൊണ്ടാക്കി പൈസ മേടിച്ചു തരാം. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അവിടെ ചെന്നാലും പ്രശ്നമാണേ. എനിക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഇന്നുച്ചയ്ക്ക് കണ്ട ഒരു രംഗമായിരുന്നു ഇത്. കൊല്ലം കാവനാടിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ഉമ്മ ആർക്കും വേണ്ടാതെ വീടിന് സമീപത്തെ ഒരു ചെറിയ വഴിയിൽ കിടക്കുന്ന കാഴ്ച. ഉമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടു, മക്കളും മരണപ്പെട്ടു. ആരോരുമില്ലാതെ വന്നപ്പോൾ നാട്ടുകാർ ചേർന്നൊരു അനാഥ മന്ദിരത്തിലാക്കിയിരുന്നു. അവരുടെ കയ്യിൽ അവരുടെ സമ്പാദ്യം കൂട്ടിവെച്ചിരുന്ന ഒരു തുകയുണ്ടായിരുന്നു. ഇതറിഞ്ഞാണോ അറിയാതെയാണോ ചില ബന്ധുക്കൾ ഇവരെ തിരികെ ബന്ധുവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ബന്ധുക്കൾ തന്നെ ഇവരെ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൻ്റെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും സഹായം തേടി. അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തകർ ചെല്ലുമ്പോൾ ഉണ്ടായ കാഴ്ചയാണിത്. വഴിയിൽ കിടന്ന് നിലവിളിക്കുകയായിരുന്നു. ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസയൊക്കെ ഇവരുടെ ഒരു ബന്ധുവിൻ്റെ കയ്യിലായിരുന്നു. അവരൊക്കെ കൂടി ഇവരെ പറ്റിച്ചു എന്നാണ് ഈ ഉമ്മ നിലവിളിച്ചുകൊണ്ട് പറയുന്നത്. ഏതായാലും വലിയ വായിൽ കരയുന്ന ഇവരോട് ആശ്വാസവാക്കുകൾ ജീവകാരുണ്യ പ്രവർത്തകർ പറഞ്ഞിട്ട് പോലും നിലവിളി നിർത്തിയില്ല. ഒരുപക്ഷെ ആ ഉമ്മ അത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകാം. സമീപത്ത് തന്നെയുള്ള ബന്ധു ജീവകാരുണ്യ പ്രവർത്തകർക്കും ഇവരെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ വെച്ച് ഇവർക്ക് കൊടുക്കുവാനുള്ള പൈസ എന്ന നിലയിൽ പണവും ഇവരുടെ ബാങ്ക് അക്കൗണ്ടും അടങ്ങുന്ന പാസ്ബുക്ക്, മറ്റ് രേഖകൾ എന്നിവ കൈമാറി. ഇനി അന്വേഷിച്ച് വരില്ല എന്നും കൊണ്ടുപോകുന്ന സ്ഥാപനത്തിൽ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ പള്ളി മുഖേന മൃതശരീരം മറവ് ചെയ്യാൻ അനുമതിയും കൊടുത്തുകൊണ്ട് അവർ ഒപ്പിട്ട് നൽകി. പിന്നീട് അവിടെ നിന്നും കൊല്ലം നെടുമ്പനയിൽ പ്രവർത്തിക്കുന്ന നവജീവൻ എന്ന അഗതി മന്ദിരത്തിലേക്ക് ഇവരെ എത്തിച്ചു. അപ്പോഴും പറയുന്നുണ്ടായിരുന്നു, ബന്ധുക്കൾ തൻ്റെ പക്കൽ ഉണ്ടായിരുന്ന പണം മുഴുവനും എടുത്തിരുന്നു, അവർ ഇവിടെ നൽകിയതല്ല മുഴുവൻ തുക എന്നൊക്കെ. ഏതായാലും അവർ അനാഥ മന്ദിരത്തിൽ ഈ ഉമ്മയെ കൊണ്ടാക്കിയ ശേഷം സ്ഥലം വിട്ടു. വാർദ്ധക്യത്തിൽ ഇതുപോലെ ഒറ്റപ്പെടുന്ന ഉമ്മമാർ ഏറി വരികയാണ്. ഭർത്താവും മക്കളുമില്ലാത്ത ഈ ഉമ്മയെ അനാഥ മന്ദിരത്തിൽ ഇനി ഇവരെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടാക്കിയത് കൂടപ്പിറപ്പുകൾ തന്നെയാണ്. കാലം നിങ്ങൾക്ക് മാപ്പ് തന്നാലും പടച്ചോൻ്റെ കോടതിയിൽ ഇതിനൊക്കെ ചിലപ്പോൾ ഉത്തരം പറയേണ്ടി വരും.